ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും മോനും ചേട്ടനും കൂടി ഒരു ഔട്ടിങ്ങിന് പോയതാണ്. നമ്മുടെ വിശാഖപട്ടണത്തുള്ള കൈലാസഗിരി അവിടെയാണ് പോയത്. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ഇതിനു മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളിങ്ങ് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്, അവിടെ ഒരുപാട് പേര് രാവിലെ മോർണിംഗേ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച്, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഈവനിങ്ങും കഴിഞ്ഞ് നൈറ്റ് വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. നല്ല രസമാണ് അവിടെ. അത്രയ്ക്ക് നല്ല ശാന്തമായൊരു പ്ലേസായിട്ടാണ്, എനിക്കൊരു പീസ്ഫുൾ അങ്ങനെയാണ് തോന്നിയത്. നമുക്ക് നല്ല റിലാക്സേഷനും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുട്ടികൾക്ക് പാർക്കുണ്ട്, പിന്നെ പിന്നെ ടോയ് ട്രെയിൻ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഒരു ടെമ്പിളുണ്ട്, ഒരുപാട് ഷോപ്പ് ചെയ്യാനായിട്ട് കടകളും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ ഫോട്ടോ എടുക്കും, അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കും, അവർ ഫ്രെയിം ചെയ്യും. പിന്നെ കുട്ടികൾക്കായിട്ട് ഒരുപാട് സ്ഥലത്ത് പാർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ബീച്ചാണ്. നമ്മുടെ ബീച്ച് നമുക്ക് അവിടെ നിന്നിട്ട് കാണാൻ പറ്റും. അവിടെ എൻട്രി പണ്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, പക്ഷേ നമ്മൾ അതുവഴി നടന്ന് പോയപ്പോഴത്തേക്കും ക്ലോസ്ഡ് ആയിരുന്നു, ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ദിവസം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം വെറുതെ ഇങ്ങനെ പോയി നടന്ന് കണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ചേട്ടൻ പിന്നെ സ്പെക്സ് വെച്ചിരുന്നതുകൊണ്ട് എല്ലായിടത്തും ഇരുന്ന് എന്നെക്കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയൊക്കെ ആയിരുന്നു പണി. അപ്പം നമ്മൾ ആദ്യം അവിടെ കൈലാസഗിരി എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വഴിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇറങ്ങിയതാണ് ഒരു സ്ഥലത്ത്. അതിൻ്റെ അടുത്താണ്, അത് കൈലാസഗിരി തന്നെയാണ്. അവിടെ ഇറങ്ങി കുറച്ച് നടന്നു. അപ്പോഴാണ് ഈ ബീച്ചൊക്കെ നമ്മൾ കണ്ടത്. നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ട് ഇറങ്ങി. ഫുഡൊക്കെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ആദ്യം ചോറും ചമ്മന്തി, മുട്ട അങ്ങനെയൊക്കെ കൊണ്ടുപോയി നൊസ്റ്റു അടിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പ്ലാൻ മാറ്റി. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഫിഷ് ഫ്രൈഡ് റൈസോ എഗ് ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഫുഡ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് അപൂർവം പേരേ ഉള്ളൂ. മിക്കുള്ളവരും ഫുഡ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. നല്ല വ്യൂ ആയിരുന്നു. നമുക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ പുറത്തുള്ള സിറ്റി നന്നായിട്ട് കാണാൻ പറ്റും. ഈ വീഡിയോസിൽ എത്രമാത്രം അതിന് ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇത് അതുവഴി പോകുന്ന വഴിയാണ് കേട്ടോ, ആ കൈലാസഗിരിയിലോട്ട് പോകുന്ന വഴിയാണ്, റോഡാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഫ്ലാറ്റൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടുകുമണി പോലെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇവിടെ എല്ലാവരും പോകുന്നതാണ്. ഇവിടെ ഉള്ള സ്ഥിരം ആൾക്കാർക്ക് അറിയാവുന്ന സ്ഥലമാണ്, എല്ലാവരും പോകുന്നതാണ്. നമ്മൾ പിന്നെ കേരളത്തിൽ നിന്ന് വന്നത് കൊണ്ട് നമുക്ക് ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്കും എന്തോ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ 2-3 പ്രാവശ്യം പോകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് കണ്ടോ, ബീച്ചിനടുത്തുള്ള ഫുള്ള് ബിൽഡിങ് നമുക്കില്ല കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല എഡിറ്റ് ചെയ്തപ്പോൾ. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, നമ്മുടെ ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കൈലാസഗിരി എന്ന് പറയുന്ന പ്ലേസിൽ എത്തുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഫുള്ള് ഗാർഡനിങ് ആണ്, നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴും എന്തൊക്കെയോ കുറേ ബിൽഡിങ്സ് അവർ പണിയുന്നുമുണ്ട്. അതിനകത്ത് തന്നെ ശിവൻ്റെയും പാർവതിയുടെയും ഒരു സ്റ്റാച്യു ഉണ്ട്. അതിനടുത്ത് അടുക്കാൻ പറ്റില്ല, എപ്പോഴും തിരക്കായിരിക്കും. ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ക്യൂ. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ പോയാലും അതിനടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കും. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ എല്ലാ നടപ്പാതയും എന്തോ ഒരു പ്രത്യേക രസമായിരുന്നു നടക്കാനായിട്ട്. നമ്മൾ 3 പേരും നന്നായിട്ട് ആസ്വദിച്ചു. നമ്മൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെ നോക്കിയാലും ആ ബീച്ചിൻ്റെ സൈഡ് നമ്മുടെ ഇവിടെ നിന്ന് എവിടെ നോക്കിയാലും കാണാം. പിന്നെ ഈ പോകുന്നില്ലേ, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇങ്ങനെ സിപ്പ് ലൈൻ പോലെ ഇങ്ങനെ പോകുന്ന ആ ഒരു സാധനമല്ലേ, ഒരു വെഹിക്കിൾ പോലത്തെ വെഹിക്കിൾ അല്ല അത്, ഒരു ടോയ്. അപ്പോൾ അതിൽ ഇങ്ങനെ കയറണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിന് മുന്നേ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറാൻ നിന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എവിടെ നിന്ന് നോക്കിയാലും ഈ ബീച്ചിൻ്റെ വ്യൂ കാണാൻ പറ്റും. നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. കുറേ സൈഡിൽ നിന്നൊക്കെ ഈ വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കണ്ണാടി വെച്ചത് കൊണ്ട് ഫോട്ടോ എടുപ്പായിരുന്നു ഫുൾ. അപ്പോൾ ഇതിനകത്തുള്ളൊരു ടോയ് ട്രെയിനാണ് കേട്ടോ ഇത്. AC ടോയ് ട്രെയിനാണ്. നമ്മൾ അതിൽ കയറാൻ നിന്നില്ല. പിന്നെ ഇവിടെ എല്ലാത്തിനും നല്ല പൈസ ഉണ്ട് കേട്ടോ. ഭയങ്കര പൈസ കുറവൊന്നുമല്ല, അത്യാവശ്യം പൈസ ഉണ്ട്. ഇത് കുട്ടികളുടെ പാർക്കാണ് കേട്ടോ. അപ്പോൾ സിദ്ധുവിനെ നമ്മൾ അധികം ഒന്നിലും ഇങ്ങനെ കയറ്റിയിട്ടില്ല.
അപ്പോൾ ഇത്തവണ നമ്മൾ വിചാരിച്ചു അവനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന്. അങ്ങനെ ഇതിലാണ് അവൻ ആവശ്യപ്പെട്ടത്, ഇതിൽ കയറണമെന്നാണ്. അപ്പം നമ്മൾ ഇതിൽ കയറ്റാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവൻ ഇതിൽ കയറണമെന്നായിരുന്നു. അവൻ നല്ല ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞ് കുറേ എല്ലാ ഇതിനും പൈസ കൊടുക്കണ്ട, അല്ലാതെ പൈസ കൊടുക്കാതെ ചെയ്യുന്ന പാർക്കും ഉണ്ട്, കുറേ ഉണ്ട് അങ്ങനത്തത്. ഇങ്ങനത്തെ ഐറ്റംസ് കുറവാണ് കേട്ടോ, പൈസ കൊടുത്തിട്ട് നമ്മൾ കയറുന്ന കുട്ടികളെ കയറ്റുന്നത്. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവൻ ഇത് കഴിഞ്ഞിട്ട് കുറേ നേരം അല്ലാതെയും കളിച്ചു. ഇവർക്ക് 2 പേർക്കും സാറ്റർഡേ വരെ ഉള്ളത് കൊണ്ട് നമുക്ക് അധികം പുറത്തോട്ട് നമ്മളിവിടെ പോകാറില്ല. അപ്പോൾ അവനെ ഹാപ്പി ആക്കുക എന്തായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇതിൽ അവർ 2 പേരും കയറി. വേറൊന്നും കൊണ്ടല്ല, ഇത് ഒരാൾക്ക് 200 റുപ്പീസ് ഒന്നും അങ്ങണ്ടാണ്. എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കയറിയിട്ടുണ്ട്, വെറുതെ എന്തിനാ. മോന് 150, അപ്പോൾ അതിനും മാത്രമൊന്നുമില്ല, കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും പൈസ കൊടുത്ത് കയറേണ്ടതില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കയറിയിട്ടുണ്ട്. ഞാൻ പണ്ട് മറ്റേ വണ്ടർല വീഗാലാൻഡ് ആയിരുന്ന ടൈമിൽ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ നമ്മൾ ഫാമിലിയായിട്ട് പോയപ്പോൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടനും മോനും അന്ന് എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ കയറിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കയറി, എനിക്ക് പോയതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വെറുതെ ആവശ്യമില്ലാത്ത പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം അതിന് മാത്രം ഇല്ല, നമുക്ക് അറിയാം എത്ര ദൂരം പോയിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ മോന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ചേട്ടന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ചേട്ടൻ കുറേ നിർബന്ധിച്ചു, നീ കൂടെ വാ, കുഴപ്പമില്ല എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ 2 പേരും കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരുമാണ് കയറിയത്. ഇത് അകത്ത് നിന്നവരെടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 പേരും കൂടെ കയറിയിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് നിന്ന് എടുത്തതാണ്. ഒരുപാട് പേര് കയറുന്നുണ്ട്. പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്, കുറേ പേര് ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആൾ കണ്ടോ, ഇഷ്ടംമാതിരി ആളായിരുന്നു. എന്ന് പോയാലും നമ്മൾ അന്ന് പോയ സമയത്തും ശരിക്കും ആളുണ്ട്. പിന്നെ കുട്ടികളെയൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ ട്രിപ്പിന് ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്, നല്ല രസമാണ്. ഇവിടെ ഉള്ളവർക്ക് അത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നല്ല രസമായിട്ട് തോന്നി. എന്നും വരുമ്പോൾ ആ ഒരു ഇത് കാണില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റാച്ചു. അവിടെ നല്ല തിരക്കാണ് കേട്ടോ, എപ്പോഴും നല്ല തിരക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കുറേ നേരം നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അവിടെ ആ സ്റ്റാച്ചുവിൻ്റെ പ്ലേസിൻ്റെ അവിടെ കുറേ പേര് നിന്നിട്ട്, കുറേ അല്ല എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കും. നമ്മൾ നിന്നു, പക്ഷേ നല്ല വെയിലും കൂടെയാണ് അവിടെ. അപ്പോൾ നമുക്ക് അധികം നേരം നിന്ന് കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മാറി. അങ്ങനെ കുറേ ദൂരം നടന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അത് ഏത് വഴി കൂടെയാണ് നമ്മൾ തിരിച്ച് വരുന്നതെന്നും പോകുന്നതെന്നും നമ്മൾ അവിടെ എവിടെ എത്തിയെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്ലേസ് ഉണ്ട്. അപ്പോൾ ഉച്ചയായപ്പോൾ നമ്മളൊരു 1-1:30 ആയപ്പോൾ തണലത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് തുറന്നപ്പോൾ എൻ്റെ ദൈവമേ നല്ല മണമായിരുന്നു കേട്ടോ, ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ വാഴയിലയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായിരുന്നു. നമ്മൾ മറ്റേ അലൂമിനിയം ഫോയിലിൻ്റെ ആ പേപ്പർ ആയതുകൊണ്ട് ആ ഒരു സ്മെല്ലല്ല, വാഴയിലയിൽ പൊതിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പം ഞാൻ ഫിഷ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കിയത്, ഫിഷ് ബിരിയാണി പോലെ. മറ്റേ ചൂരമീനായിരുന്നു, അത് വെച്ചിട്ടുണ്ടാക്കി. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വെള്ളം കൊണ്ടുപോയി. ഒന്നും അവിടെ നിന്ന് ഫുഡൊന്നും വാങ്ങിക്കാൻ നിന്നില്ല, ഫുഡും വെള്ളമൊന്നും. ചിലപ്പോൾ വയറ്റിന് നമുക്ക് ശരിയാവില്ല, നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില സ്ഥലത്തു നിന്നുള്ള ഫുഡും വെള്ളമൊന്നും ശരിയാവില്ല. എവിടെ പോയാലും ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ആയിട്ട് കുറേ ഫോട്ടോ എടുത്തു. എൻ്റെയും ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും പിന്നെ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ വരാൻ പോകുന്നുണ്ട്, അതിൻ്റെ കുറേ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ മറ്റേ അവിടെ ടോയ് ട്രെയിൻ പോകുന്ന ട്രാക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഡേഞ്ചറൊന്നുമല്ല, കാരണം നമുക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ടോയ് ട്രെയിൻ വരുന്നതെന്ന്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. ആദ്യം കുറേയൊക്കെ സിദ്ധുവിനെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ സിദ്ധുവിന് പറ്റാതായപ്പോൾ നമ്മൾ തന്നെ ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുത്തു. പിന്നെ സിദ്ധുവിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു, ബർത്ത്ഡേക്ക് വേണ്ടി എടുത്തു. ആദ്യം നമ്മൾ സ്റ്റുഡിയോയിൽ പോകുമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നത്, പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് ഫോണിൽ തന്നെ നല്ല ഫോട്ടോസ് എടുക്കാം. നല്ല രസമുണ്ടായിരുന്നു, ഇത്തവണ എടുത്ത ഫോട്ടോസ് എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഇവിടെ കുറേ സ്റ്റാച്യൂസ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അവിടെയും എല്ലാവരും ഫോട്ടോ മെയിൻ എല്ലാവരുടെയും പരിപാടി എന്ന് പറയുന്നത് ഈ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന, നമ്മൾ ഉൾപ്പെടെ. എവിടെ ഉണ്ടോ ചേട്ടൻ എവിടെ കണ്ടാലും അവിടെ ഇരുന്ന് എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫോണിൻ്റെ സ്പേസ് ഏകദേശം തീരാറായി കഴിഞ്ഞു. ഇത് ടെമ്പിളാണ്, ഇപ്പോൾ കാണിച്ചത് ടെമ്പിളാണ്. നമ്മൾ അങ്ങോട്ട് കയറിയില്ല, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആയതുകൊണ്ട് ടെമ്പിളിൻ്റെ അടുത്തോട്ട് പോയില്ല. സിദ്ധു കുറേ എല്ലായിടത്തും ഇങ്ങനെ സ്റ്റാച്ചുവും കല്ലിൻ്റെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ സ്ഥലത്തൊക്കെ ഇരിക്കും, പക്ഷേ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ എണീച്ചോടും. അവന് ഫോട്ടോ എടുക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൻ പറയുന്നേ ഉണ്ടായിരുന്നു ഫോൺ കൊണ്ടുവരണ്ടായിരുന്നു, എപ്പോഴും അച്ഛനും അമ്മയും ഫോട്ടോ എടുക്കുന്നു എന്ന്.
നമുക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ പോകുന്നത്. പിന്നെ അവിടുത്തെ ഗാർഡനിങ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പച്ചപ്പായിരുന്നു ഫുള്ള്. എല്ലാ സ്ഥലത്തും മുളയായാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെടി അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മണി ടൈമൊക്കെ ആയപ്പോഴാണ് തിരിച്ചിറങ്ങിയത്. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ സിദ്ധുവേട്ടൻ തളർന്നു. ഇത് ടോയ് ട്രെയിൻ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വേറെ സ്ഥലത്ത് കിടക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ സിദ്ധുവേട്ടനെ എടുത്തോണ്ട് നടപ്പായിരുന്നു. കുറച്ച് ദൂരം, ഒരുപാട് ദൂരം എടുത്തോണ്ട് നടന്നില്ല. കുറേ ദൂരം ആയപ്പോൾ അവൻ നടന്ന് നടന്ന് തളർന്നു. കാരണം അത്രയ്ക്ക് നടക്കാനുണ്ട്, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ തൊപ്പിയൊക്കെ ചേട്ടൻ തലയിൽ വെച്ചിട്ട് കുറച്ച് ദൂരമൊക്കെ നടന്നു. നമ്മൾ വന്ന വഴി വേറെ പോണ വഴി വേറെ, അങ്ങനെ വഴിയെല്ലാം വേറെയാണ്. നമുക്ക് കറക്റ്റ് വഴിയെന്നല്ല, പക്ഷേ എന്തായാലും ലാസ്റ്റ് അവിടെ എത്തിക്കോളും. എൻട്രൻസും എക്സിറ്റും ഒക്കെ ഒന്നേ ഉള്ളൂ. ആൾക്കാർ സത്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോഴാണ് കണ്ടത്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. 6 മണി ടൈമിനൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. വെയിലൊക്കെ താന്നിട്ട് നമ്മൾ ചെന്ന ദിവസം അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും മരങ്ങളും കൂടെ ഉള്ളത് കൊണ്ട്, ആ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിലിവിടെ ഇല്ല. എന്നാലും വെയിലുള്ള ദിവസം വന്നാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു 6 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ശരിക്കും ഷോപ്പുണ്ട്, ഈ ഇറങ്ങുന്നതിൻ്റെ അവിടെയായിട്ട് കുറേ ഷോപ്പുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇല്ലേ മങ്കി ക്യാപ്പ് ടൈപ്പ് സ്പെക്സ്, കൂടുതലും ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യണ അങ്ങനത്തെ കടകൾ, പിന്നെ ബേക്കറി ഐറ്റംസ് ഉള്ള ഈ കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ കൂൾ ഡ്രിങ്ക്സ് കിട്ടണത്, ഐസ്ക്രീം അങ്ങനത്തെ കടകളാണ് കൂടുതലുള്ളത്. നമ്മളവിടുന്ന് ആകെ വാങ്ങിച്ചത് ഒരു 7up, അല്ലാത്ത വാട്ടറൊന്നും വാങ്ങിച്ചില്ല. ഇത് എക്സിറ്റിൻ്റെ അവിടെയാണ്, ഇവിടെ തന്നെയാണ് കയറുന്നത്. ഇവിടെ ഇതിനകത്ത് കയറുന്നതിന് മുന്നേ ആയിട്ടൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വെഹിക്കിളിനനുസരിച്ച് പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്കൂട്ടി ആയതുകൊണ്ട് 20 രൂപയായിരുന്നു. അത് അഫോർഡബിൾ ആണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത തവണ പോകുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിത് കണ്ടപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞു ഞാൻ കയറണില്ല, എനിക്ക് പേടിയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറാനായിട്ട്. പക്ഷേ കയറണം എന്നുള്ളൊരു ഇതും ഉണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, കയറിയാൽ കൊള്ളാമെന്നും ഉണ്ട്. പക്ഷേ പേടി കാരണം കയറണ്ടെന്നും ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ ഒരു 10-20 മിനിറ്റ് ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോയി. സ്കൂട്ടി ആയതുകൊണ്ട്. പക്ഷേ കാറൊക്കെ ഉള്ളവർ പെട്ട് കാണും, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ബസ് വരുന്നുണ്ട് കേട്ടോ, പ്രൈവറ്റ് ബസ് ഒരുപാട് വരുന്നുണ്ട്. ആ ബസ്സിലൊന്നും കൊള്ളാൻ പറ്റാത്ത വിധം തിരക്കായിരുന്നു. എൻ്റെ ദൈവമേ, അടുക്കാൻ പറ്റില്ല. കാരണം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇഷ്ടംമാതിരി ലോറിയിലൊക്കെയാണ് ആൾക്കാർ വരണത്. കണ്ടിട്ട് നമ്മൾക്ക് ഇത്രയും വലിയ പ്ലേസ് എന്ന് വെച്ചാൽ നല്ല രസമാണ്. അവിടെ വന്നിട്ട് ഒരു ദിവസം പോണതറിയില്ല. നടക്കുമ്പോൾ തന്നെ കുറേ നേരം അങ്ങനെ അങ്ങ് പോകും. ഇവിടെ നിന്നാണ് നമ്മൾ കയറി അകത്തോട്ട് പോയത്. എന്നിട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്കും പിന്നെ ടിക്കറ്റും അങ്ങനെയൊന്നും കാണിക്കില്ല. ആ സമയത്ത് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ സൂര്യൻ അസ്തമിച്ച് വരുന്ന ടൈമായിരുന്നു. നല്ല രസമായിരുന്നു വ്യൂ കാണാനായിട്ട്. ഏകദേശം നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഈ വ്യൂ കണ്ടത്. നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ട് അത് കണ്ടു. വീഡിയോയിൽ അത്രയും ഭംഗിയില്ല. ഒരുപാട് സ്ഥലത്തൊന്നും പോയി മുഷിയാതെ ഒരു സ്ഥലത്ത് തന്നെ പോയി നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു സ്പോട്ടാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.